ഒരാളിങ്ങനെ വണ്ടി ഓടിച്ചാൽ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കുട്ടി 100 കിലോമീറ്റർ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു കുട്ടി റോഡിലേക്ക് ചാടി. ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് തലച്ചോർന്നുള്ള സിഗ്നൽ വരണം. ഇപ്പൊ നിങ്ങളുടെ വലത്തെ കാലിരിക്കുന്ന ആക്സിഡന്റിലാണ്, ആ കാലെടുത്ത് ബ്രേക്കിലേക്ക് ചവിട്ടു എന്ന് പറയാൻ എന്ത് വേണം? തലച്ചോറ് പ്രവർത്തിക്കണം. വേണ്ടേ? തലച്ചോറ് എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചാൽ മതിയോ? അതിന് പറയുന്നതാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയും. അതായത് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കണം. അതായത് നല്ല ആരോഗ്യമുള്ള ആളുടെ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ 0.7 മുതൽ 1.5 സെക്കൻഡ് വരെയാണ്. 0.7 മുതൽ 1.5 സെക്കൻഡ് വരെയാണ് നല്ല ആരോഗ്യമുള്ള ആളുടെ റിയാക്ഷൻ ടൈം. അതിനുള്ളിൽ പ്രവർത്തിച്ചിരിക്കണം. എപ്പോഴെങ്കിലും ചവിട്ടിയ കാര്യമുണ്ടോ? അപ്പൊ ഇതിനുള്ളിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നും വാഹനം ഓടിക്കാൻ എന്താണ് യോഗ്യരല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ചവിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ പവൻ ഗോൾഡ് തിരൂർ നമ്മൾ മനസ്സിലാക്കുക, ഡ്രൈവിംഗിന് ഏതൊക്കെ അവയവങ്ങൾ പ്രവർത്തിക്കണം. കയ്യ്, കാല്, കണ്ണ്, ചെവി, തലച്ചോറ് ഇതൊക്കെ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രവൃത്തി ഒന്ന് ആലോചിച്ച് വെക്കും. ഇതേ കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ട മറ്റെന്തെങ്കിലും പ്രവൃത്തികളുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കും. ഉണ്ടോ? അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ കുറവാണ്. അപ്പൊ അത്രയും ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ഡ്രൈവിംഗ്. അപ്പോ അത്തരം ഒരു സന്ദർഭങ്ങളിൽ നിങ്ങളെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വന്നു, നിങ്ങൾ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഡ്രൈവിംഗിൽ പ്രവർത്തിക്കുമോ? ഇല്ല. നമ്മൾ ഫോണിൽ കൂടി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടില് നോക്കി സുഖജാത കിടക്കാണ്, അയാൾ പെട്ടെന്ന് വലിയ അറ്റാക്ക് വന്നു, സുഖജാത കിടക്കാനുള്ള ഫോണാണ് നമുക്ക് വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കാണുകയില്ല. നമ്മൾ ഈ ചെവി കൂടി കേട്ട കാര്യമായിരിക്കും നമ്മൾ അതായിരിക്കും എന്തുണ്ടാകുക നമ്മൾ മനസ്സിലുണ്ടാകുക. അപ്പൊ എന്താണ് പ്രവർത്തിക്കാമെന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഒരു ലോറി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് ഈ കാര്യം കേൾക്കാന്നുണ്ടെങ്കിൽ മുന്നിൽ പോകുന്ന ആൾക്കാരൊക്കെ തന്നെ എന്താവും? അപകടത്തിലാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ബസ്സിൽ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും വണ്ടി നിങ്ങളുടെ ഡ്രൈവറെ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ആ പണി പറ്റൂല എന്ന് പറയണം. കാരണം ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഡ്രൈവർ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ ആ ബസ്സിലെ യാത്രക്കാരുടെ ജീവൻ മുഴുവനും എന്താണ്? അപകടത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പൊതുജനങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും പരാതി കൊടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ ഏതാനും ഒരു മാസം മുന്നേ പൊന്നാനിയിൽ ഒരു KSRTC ഡ്രൈവർ ഇതേപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങള് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഡ്രൈവറെ വിളിച്ച് അയാൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത്? നല്ല കാര്യമാണോ? അത് ശരിക്കും തീർച്ചയായും മാതൃകാപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്കും ഇതേപോലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫോൺ നമ്പർ ഉണ്ട്, അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങളെ എംപരിവാഹന്റെ ആപ്പ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പരാതിയായിട്ട് കൊടുക്കാം. പരാതിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നടപടി ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അപ്പോ നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഇതേപോലെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.